തിരിച്ച് വന്ന് പിന്നെ അപ്പോൾ ഒരു 17 വയസ്സാ. 17 വയസ്സ് മുതല് അത്യാവശ്യം കുരുത്തക്കേടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അതാ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ അതൊരു കുരുത്തക്കേടല്ല എന്നൊക്കെ പറയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ വമ്പൻ കുരുത്തക്കേട് അതൊക്കെ വമ്പൻ കുരുത്തക്കേടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരാളോട് ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവനവിടെ മോശക്കാരനാണ്. ആ ഒരു കാരണത്താൽ മോശക്കാരനായി. പിന്നെ നമ്മൾ ഒരു 6 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായിട്ടൊരു ഒരു കടയുടെ മുമ്പിലിരുന്നാൽ അന്നത്തെ ആളുകൾക്ക് അതൊരു വലിയ തെറ്റാണ്. കാരണം അവർ ആ മക്കൾ കുരുത്തം കെട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അന്ന്. ഇന്നത് ചില്ലിങ് ആണ്. ഇന്നിപ്പോ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് വിളിക്കലുള്ളൂ. പക്ഷെ അന്ന് അതുകൊണ്ട് അത്യാവശ്യം ചീത്തപ്പേരൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വീട്ടുകാർ. പെട്ടെന്ന് പറയാ എന്താ പറയാ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരാൾ ചിന്തിക്കൂലേ ഭാവിയിൽ ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ. ആ കാലഘട്ടത്തിൽ ഞാൻ ഏത് കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കേണ്ടി വന്ന ഒരാളാണ്. അതൊരു 20 വയസ്സിൽ. 20 വയസ്സില് വെറുതെ അല്ലട്ടോ മോനെ അച്ഛനെയും കൂടെ കണ്ട് ചേട്ടനും അനിയനായിട്ട് നിൽക്കുന്നത്. അയ്യോടാ 20-ആം വയസ്സ് എന്നൊക്കെ പറയാം. വീട്ടുകാര് പിടിച്ച് കെട്ടിച്ചതാ? അതോ സ്വന്തമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി? അതെന്താന്ന് വെച്ചാല് നാട്ടിലത്തെ ഒരു വലിയൊരു വിവാദ പുരുഷനായിരുന്നു ഞാൻ. അപ്പോ ഇനി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി പെടും എന്നൊക്കെ തോന്നിയോണ്ടാവും ഉമ്മ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഞാൻ കാരണം എൻ്റെ ജ്യേഷ്ഠനും വേഗത്തിൽ കല്യാണം കഴിച്ചു. രണ്ടാളെ കല്യാണം ഒരുമിച്ചായിരുന്നു. ഒരു കുടുംബത്തിലെ രണ്ടുപേരുടെ ജീവിതം റെസ്പോൺസിബിൾ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് എൻ്റെ ഉമ്മടൊക്കെ പറയും, നിങ്ങൾ എന്നോട് ചെയ്തത് ഭയങ്കര കടുപ്പായി പോയി. കാരണം എനിക്ക് ഒരു കുട്ടിക്കാലത്ത് കിട്ടേണ്ട ഒരു പരിഗണന, അങ്ങനെ ലാളന, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. കാരണം നേരെ വണ്ണൊന്ന് കളിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം 10 വയസ്സിൽ പള്ളിയിൽ അവിടെ അസറിന് ശേഷം 4 മണിക്ക് ശേഷമാണ് ഒന്ന് പുറത്ത് നടക്കാൻ പോവാം. അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിക്ക് മഗ്‌രിബ് വരെ എൻ്റെ ഉള്ളിൽ നടന്നിട്ട് വരിക. അപ്പോൾ ഈ 4 മണിക്ക് ആവും നമ്മൾക്ക് അലക്കാനുള്ള ഡ്രസ്സുകൾ തമ്മിൽ അലക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഗുജറാത്തിൽ പോന്നു. പിന്നെ ഗുജറാത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ പന്തൽ പണി അങ്ങനെയുള്ള നാടൻ പണികളിൽ ഒക്കെ വിട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഒന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോൾ. പിന്നെ ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കല്യാണമായില്ലേ. 20 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാരാബ്ധമായില്ലേ. പിന്നെ 2 കുട്ടികൾക്കും കൂടെ ആസ്വദിക്കാമല്ലോ. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. എന്തായാലും നിങ്ങളും കുട്ടി, നിങ്ങളുടെ ഭാര്യയും കുട്ടി, 2 കുട്ടികൾ. വൈഫിന് അന്ന് ഒരു 18 വയസ്സ് കല്യാണം കഴിക്കുന്ന സമയത്ത്. ലൈസൻസ് എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ആലോചിക്കുന്ന സമയത്താണ്. അത് ഞാൻ പറയായിരുന്നു ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ, എങ്ങനെയൊക്കെ ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ പറയും, എന്നിട്ട് അത് പറഞ്ഞതിന് എൻ്റെ ഇപ്പോൾ ഒരു പെള്ളടിച്ചത് പറയും. 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. മൂത്ത മോൻ ഉണ്ടാകുന്ന എത്ര വയസ്സിലാ? 21 വയസ്സ്. അഥവാ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിൽ മകനായി. 21 വയസ്സിൽ കൊച്ചില്ലേ. 23 വയസ്സാകുമ്പോഴേക്ക് 2 കുട്ടികളായി.